ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പ്രവീൺ ഉണ്ടല്ലോ, ബിഗ് ബോസ് പ്രവീണിനെ ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പ്രവീൺ എന്തൊക്കെയാണ് നമ്മുടെ അനുമോളെക്കുറിച്ച് പറഞ്ഞതും അനീഷിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ ലക്ഷ്മിയെക്കുറിച്ച് കുറേ വെളിപ്പെടുത്തൽ പറഞ്ഞതും ഇതൊക്കെ നമുക്ക് പറയാനുണ്ട്. അതുപോലെ റോയ് സാർ വന്ന് നമ്മുടെ അനീഷിന് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ എന്തൊക്കെ ഉണ്ടായി, അതിൻ്റെ ശേഷം ഉണ്ടായ ലക്ഷ്മിയുടെ കുറേ മാറ്റങ്ങൾ, ഇത്രയൊക്കെ പറയാനുണ്ട്. റോയ് സാറിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞത്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. പ്രവീണിൻ്റെ ഇൻ്റർവ്യൂവിൽ പ്രവീണ് അനുമോളായിട്ടൊരു കോംബോ കളിക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, നമുക്കൊരു ലവ് ട്രാക്ക് പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പ്രവീൺ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇല്ല, അനുമോൾ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ശൈത്യയും ബിൻസിയും റീ എൻട്രി ചെന്ന് കയറിയപ്പോൾ അവർ പറഞ്ഞു, പ്രവീൺ ഞങ്ങളോട് പറഞ്ഞതാണ്, എയർപോർട്ടിൽ വെച്ചിട്ട് പറഞ്ഞതാണ്, അനുമോൾ പറഞ്ഞു എത്രേ കോംബോ കളിക്കാൻ നമുക്കൊന്ന് പ്രേമ നാടകം നടത്താമെന്ന് പറഞ്ഞു എന്ന് പ്രവീൺ പറഞ്ഞു എന്ന് അവരവിടെ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. പക്ഷേ പ്രവീൺ പുറത്ത് വന്നിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അതവർ വെറുതെ പറയുന്നതാണെന്ന് പറയുന്നത്. ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടതെന്ന് നമുക്കറിയുന്നില്ല. പക്ഷേ നമ്മൾ കണ്ടിടത്തോളം അനുമോൾ ഒരു ചെറിയൊരു കോംബോ കളിക്കാൻ നോക്കിയിരുന്നു എന്നതാണ് നമുക്ക്. പക്ഷേ പ്രവീൺ ഇവരോടത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ട്, ഇത് പറഞ്ഞു എന്ന് മാത്രമേ അറിയാത്തുള്ളൂ. പിന്നെ പ്രവീൺ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറയണ്ടേ, എല്ലാവരെയും വിളിച്ചിരുന്നു എന്ന് പറയുന്നത്. നൂറയുടെ ഇതായിരുന്നല്ലോ, ബർത്ത്ഡേ ആയിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും വിളിച്ചിരുന്നു. അപ്പോൾ അനുമോൾ വന്നോ എന്ന് പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട്. അനുമോളൊന്നും വന്നിട്ടില്ല, അവരൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ അവർക്കിടയിൽ വലിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പ്രവീൺ തീർക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ പ്രശ്നം കുറച്ച് നാളിങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ പ്രവീൺ ഇതിനെല്ലാം ഇടപെട്ട് അനുമോളെയും നൂറയെയും ആദിലയെയും വിളിച്ച് ഈ പ്രശ്നം തീർക്കും. കാരണം അവർ അത്രയും ബോണ്ടിങ് ഉണ്ടായിരുന്നു എന്നാണ് പ്രവീൺ പറയുന്നത്. ഞങ്ങൾ 24 hours അതിനുള്ളിൽ കാണുന്ന ആൾക്കാരായിരുന്നു എന്ന് പറയും. നമ്മൾ 24 hours കണ്ടാലും നമുക്ക് ചില പോർഷൻസ് മാത്രമേ നമുക്ക് അവർ കാണിച്ചു തരുന്നുള്ളൂ. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർ പറയുന്ന അത്രയും ബോണ്ടിങ് ആണ് അവർ 3 പേരും എന്നാണ് പറയുന്നത്. പിന്നെ അനീഷിനെ കുറിച്ച് വെളിപ്പെടുത്തൽ പ്രവീൺ പറയുന്നുണ്ട്. ഇത്രയും സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അനുമോൾ ഇത്രയും പ്രേമമാണെന്ന് പറഞ്ഞിരുന്ന വ്യക്തി, അനുമോൾ അവസാന വീക്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയപ്പോൾ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ഒന്ന് സമാധാനിപ്പിച്ചില്ല അനീഷേട്ടൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ മെറ്റേണിറ്റി ലീവ് ഉണ്ടല്ലോ 6 മാസത്തെ, അത് അയാളുടെ വായന എപ്പോഴും വന്നു പോയൊരു സംഭവം, ആ ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് വന്നു പോയ സംഭവം, അത് എടുത്തിട്ടാണ് പലക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. അയാളിൽ കാണാനുള്ള തെറ്റ് അതൊക്കെയേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് ഇട്ടിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. അയാൾ പിന്നീട് അതിനെക്കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല. പിന്നീടും അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയാൾ വായ തോരാതെ പറയുന്നുണ്ടെങ്കിലാണ് നമുക്കത് ഇട്ട് അലക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ഒരു തെറ്റൊക്കെ പറ്റിയെന്ന് വരും, പെട്ടെന്ന് വന്നു പോയി, അയാൾക്ക് കുട്ടികളില്ല, അതുപോലെ തന്നെ ഭാര്യ പിണങ്ങിപ്പോയി, അപ്പോൾ അയാൾ ആ ഒരു ലെവലിൽ അയാൾ പറഞ്ഞതായിരിക്കാം. അത് അത്ര വലിയ തെറ്റുള്ള സംഭവമൊന്നുമില്ല മെറ്റേണിറ്റി ലീവിനെ കുറിച്ചിട്ട്. അയാളിപ്പോൾ എന്താ ആക്ഷൻ എടുത്തു അതിൽ നിന്ന്? അതിൽ ഒരു വട്ടം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഹൗസിൽ വെച്ചിട്ട് അങ്ങനെ പെരുമാറിയില്ല എന്ന് പ്രവീൺ തന്നെ പറയുന്നുണ്ട്. സ്ത്രീകളടുത്തൊക്കെ ഭയങ്കര സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറിയിരുന്നത് അല്ലേ, നമ്മളൊക്കെ കണ്ടിരുന്നതാണ്. അയാളൊരു നാക്ക് പിഴകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. അയാൾ തെറി തിക്കാരോ മറ്റുള്ളവരെ അടിക്കാനോ ഫിസിക്കൽ അസോൾട്ടോ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ അയാളെക്കുറിച്ച് അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ അകത്ത് വന്ന് സ്ത്രീ വിരുദ്ധത കാണിച്ചില്ല. ഇതൊക്കെയാണ് അയാൾക്കുള്ള തെറ്റുകൾ കേട്ടോ. പിന്നെ ലക്ഷ്മിയുടെ ആശയത്തെ എതിർപ്പ് കാണിക്കുന്നുണ്ട് പ്രവീൺ. കാരണം എനിക്കും ആ എതിർപ്പ് തന്നെയാണ് പറയുന്നത്. പെട്ടെന്നൊരു മോട്ടിവേറ്റ് കിട്ടിയ പോലെയാണ് ലക്ഷ്മി പെരുമാറുന്നതെന്ന് പറയുന്നു. ലക്ഷ്മി ഈ അനുമോളെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഗെയിമിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് നമുക്കറിയാം. അതായത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് കുറേ കാര്യങ്ങൾ 24 hours നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഗെയിം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് ഗെയിമിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഗെയിമിൻ്റെ ഭാഗമാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ പറഞ്ഞിരുന്നത്? എനിക്ക് ലൈഫിൽ കൂടെ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറഞ്ഞ ആളാണ് ലക്ഷ്മി. അതായത് പുറത്തിറങ്ങി ഇൻ്റർവ്യൂ കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഗെയിമൊക്കെ ഓവറായി. എന്നിട്ട് പിന്നെ ഏറ്റവും അധികം വീടിനുള്ളിൽ ഡ്രാമ കളിക്കുന്ന വ്യക്തിയാണ് അനുമോൾ, ഒരിക്കലും കൂടെ കൂട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തി റീ എൻട്രി ചെന്നപ്പോൾ എന്തുണ്ടായി? അനുമോളെ ഏറ്റവും വലിയ പുകഴ്ത്തിപ്പാടെന്ന് വെച്ചാൽ ഇവിടെ ആകെ അനുമോളിലെ തരംഗമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ റീച്ച് കിട്ടാൻ വേണ്ടി നടക്കുന്ന ആളാണ് ഈ ലക്ഷ്മി. അപ്പോൾ ആ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അനുമോളെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. എല്ലാവരും അനുമോളെ കൊത്തിവലിക്കുമ്പോൾ ഞാനത് അനുമോളെ ചേർത്ത് പിടിച്ചാൽ എന്താകും? എനിക്കത് പോസിറ്റീവായി മാറും, എനിക്കത് ജോബിലേക്ക് ഉപകാരപ്പെടും. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഓരോരുത്തർ സെറ്റ് പിടിക്കുന്നത്. ശരിക്കും അവനവൻ്റെ വ്യൂ പോയിൻ്റ് വെച്ച് പറയണം. അല്ലാതെ ഇപ്പം തന്നെ നോക്കുക, കുറേ യൂട്യൂബേഴ്സ് അനുമോളെ കുറേ ചെയ്തതും ചെയ്യാത്തതും കാര്യങ്ങൾ കുറേ പൊക്കി പറയുന്നു. ആ ചെയ്ത തെറ്റുകളൊക്കെ താഴ്ത്തി പറയുന്നു. അവരതൊന്നും കണ്ടില്ല എന്നടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അതേ ലെവലാണ് ഇപ്പോൾ ലക്ഷ്മി ചെയ്തിട്ടുള്ളത്.
നമ്മൾ റീച്ചിന് വേണ്ടി മാത്രം ചെയ്യരുത്. റീച്ച് വേണം, ഒരു ഭാഗത്തൂടെ വേണം. പക്ഷെ നമ്മുടെ ജെന്യൂനായിട്ടുള്ള ഒപ്പീനിയനാണ് നമ്മൾ നമ്മുടെ ഇതിൽ കൂടെ പറയേണ്ടത്. ഞാനത് മാത്രമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ പുതിയ ചാനലാണ്, ജെന്യൂനായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഇനി നോക്കി നോക്കൂ, ഞാനിപ്പോൾ ലക്ഷ്മിയോട് ചോദിച്ചു, പ്രവീൺ ചോദിച്ചു ലക്ഷ്മിയോട്, എന്താണ് ഇങ്ങനെ രണ്ട് തരം വർത്തമാനം പറയുന്നത്, രണ്ട് തരം തുണിയിൽ എന്താ കാലിടുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണ്, ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു. എന്നിട്ട് പ്രവീൺ പറയുന്നു വേറൊരു കാര്യമുണ്ട്, റീച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ലക്ഷ്മി. ഫേക്കായിട്ട് എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് ലക്ഷ്മി. ഇത്രയും നാളും റീ എൻട്രി കഴിഞ്ഞതിന് ശേഷം അനുമോളെ പൊക്കി പിടിച്ച് അനുമോളായിട്ട് കൂടെ നിന്നതിന് ശേഷം പിന്നീട് അനുമോൾക്ക് ഫേക്കായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലെന്ന് ആൾക്ക് മനസ്സിലായി. അതായത് PR കൊടുത്തിട്ടാണ് അനുമോൾ ജയിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ കൂടുതലും ഈ PR-ൻ്റെ ആൾക്കാർ ഒരിക്കലും സ്നേഹിക്കില്ലല്ലോ, ആ വോട്ട് മാത്രം കൊടുത്തിട്ട് അവരണ്ട് പോയി. അപ്പോൾ കുറച്ച് ഫേവറായിട്ടുള്ള ആൾക്കാരുണ്ട് അനുമോൾക്ക്. എങ്കിലും കൂടി അനുമോളേക്കാളും കൂടുതൽ ഫേവറായിട്ടുള്ള ആൾക്കാർ അനീഷിനാന്ന് മനസ്സിലായപ്പോൾ ഉടനെ ലക്ഷ്മി മറുകൊണ്ടൻ ചാടി. എന്താ, നേരെ അനുമോളെ വിട്ട് നേരെ അങ്ങോട്ട് പോയി. ലക്ഷ്മി നേരെ അനീഷിൻ്റെ അടുത്തേക്ക് പോയി. അനീഷിനായിട്ട് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഈ അനീഷിന് 10 ലക്ഷം കിട്ടിയപ്പോഴൊക്കെ ലക്ഷ്മി കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. ഇന്നലെ 10 മണിക്കായിരുന്നു വരാമെന്ന് പറഞ്ഞ് അനീഷ് നല്ല കുട്ടപ്പനക്കായി ചുവന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് റോയ് സാറ് പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. ചുമന്ന ഷർട്ടൊക്കെയാണല്ലോ, ചുമന്ന പൂക്കളും എന്നൊക്കെ പറഞ്ഞ് ചുമന്ന പൂക്കൾ ബൊക്കെയൊക്കെ കൊടുത്തു. അപ്പോൾ ലക്ഷ്മിയുടെ ഒരു നിലപാട് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. അപ്പോൾ അനുമോളടുത്ത് അത്രയും നാൾ നിന്നിട്ട് വേറെ കൊണ്ട് അനീഷിൻ്റെ അടുത്തേക്ക് ചാടി. എന്തിനാണ്? നേരെ ഇനി അനീഷിൻ്റെ ആൾക്കാരെയും കൂടി കിട്ടണം. അനീഷിൻ്റെയും അനുമോളുടെ കുറച്ച് ഫേവറായിട്ടുള്ള ആൾക്കാരെയും അനീഷിൻ്റെ ഫുൾ ആൾക്കാരെയും കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, ലക്ഷ്മി അങ്ങോട്ട് റീച്ചാവും. അതിന് വേണ്ടിയിട്ട് അതായത് നിലപാടില്ലാത്ത രാജ്ഞി എന്ന് തന്നെ പറയാനേ പറ്റുള്ളൂ. ആദിലയുടെയും നൂറയുടെയും കാര്യത്തിൽ ലക്ഷ്മി ഇത് തന്നെ എടുത്തിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അന്നും ഇതുപോലെ തന്നെ പലതരം വർത്തമാനമാണ് പറഞ്ഞിരുന്നത് ലക്ഷ്മി ആദിലയുടെയും നൂറയുടെയും കാര്യത്തിൽ. എന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ ആൾക്കത് പോസിറ്റീവായി എന്ന് കണ്ടപ്പോൾ ആൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അന്ന് ലാലേട്ടൻ്റെ അടുത്തൊരു നിലപാട് പറഞ്ഞു, പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് സോറി പറഞ്ഞു, വേറൊരു നിലപാട് പറഞ്ഞു, അമ്മ വന്നപ്പോൾ വേറൊരു നിലപാട് പറഞ്ഞു, പിന്നെ എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞിരുന്ന നിലപാടുകളൊക്കെ വെവ്വേറെകളായിരുന്നു ആദിലയുടെയും നൂറയുടെയും കാര്യത്തിൽ. എന്നിട്ട് അവസാനം പറഞ്ഞത് എന്താണ്, പ്രവീൺ ചോദിച്ചു ആദിലയുടെയും നൂറയുടെയും കാര്യത്തിൽ നിൻ്റെ നിലപാട് എന്താണ്? അത് ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞതാ, അതെൻ്റെ വീടൊന്നുമല്ല കയറ്റാൻ വേണ്ടിയിട്ട്, അതെൻ്റെ അമ്മയുടെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് തട്ടിക്കളിച്ച ആൾ പുറത്തു വന്നത് പോസിറ്റീവായി. ആ ഒരൊറ്റ വർത്തമാനം കൊണ്ടാണ് ആൾ ഇത്രയും ഹിറ്റായി എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിക്ക് ശരിക്കും ശരിക്കും ഒരു പെണ്ണായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ അനീഷിന് ഇത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക, റോയ് സാറ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD CJ റോയ് സാർ വന്നിട്ട് കൊടുത്തപ്പോൾ അനീഷ് എല്ലാം മറന്ന് കാല് പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നത് നമ്മളെല്ലാവരും സാധാരണക്കാരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. റോയ് സാർ പറഞ്ഞൊരു സംഭവമുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആശ കൊടുക്കരുത്, അവർക്കൊരു കാര്യം 10 ലക്ഷം തരാമെന്ന് തലേദിവസം വിളിച്ച് പറയുന്നതും പിറ്റേ ദിവസം ആൾ പറന്നെത്തി കൊണ്ടു കൊടുക്കലും ഒരുമിച്ചായിരുന്നു. ഒരാൾക്ക് ആശ കൊടുത്ത് ദീർഘിപ്പിക്കരുത്, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളതിന് ശരിക്കും സ്യൂട്ടായിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. റെഡ് കളർ പെന്നുകൊണ്ടാണ് സൈൻ ചെയ്യാറെന്നാണ് പറയുന്നത് റോയ് സാർ, ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD കേട്ടോ. അതുപോലെ തന്നെ ലക്ഷ്മീനെയും അതുപോലെ ഇതൊക്കെ തുറന്ന് കാണിക്കാനായി ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റോയ് സാറ് ഹെലികോപ്റ്ററിൽ പറന്നു പോയതിന് ശേഷം ലക്ഷ്മിയും അനീഷും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നൂറയുടെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് പോവാത്ത ആളാണ് കേട്ടോ ലക്ഷ്മി. അത്രയും ബിസി ആയിട്ടാണ് നേരെ പോയിട്ട് അനീഷിന്. അപ്പോൾ ആർക്കാണോ കൂടുതൽ പിന്താങ്ങുക, ഇപ്പോൾ നൂറയ്ക്കൊക്കെ ഭയങ്കര നെഗറ്റീവാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഇനി അനീഷിനെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. നേരെ അവിടെ ചെന്നിട്ട് അനീഷിനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മുഴുവൻ ആൻസർ പറയുന്നത് ആരാണെന്നറിയോ, ലക്ഷ്മിയാണ് കേട്ടോ. അപ്പോൾ സാധാരണക്കാരനായിട്ട് ഇത്രയും അച്ചീവ്മെൻറ്റ് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയാം, ഇനിയിപ്പോൾ സാധാരണക്കാരെന്നൊന്നും പറയണ്ട, ഇപ്പോൾ വലിയ ഹിറ്റായില്ലേ, അത് ലക്ഷ്മിക്ക് മനസ്സിലായി, ഹിറ്റായില്ല, അതുകൊണ്ട് ലക്ഷ്മി വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അനീഷിനോടാണ്, പക്ഷേ ആൻസർ പറയുന്നത് മുഴുവൻ ലക്ഷ്മിയാണ് കേട്ടോ. ഈ സീസണിൽ ഏറ്റവും അധികം ക്രൗഡ് വന്നത് അനീഷിനാണ് എന്ന് പറഞ്ഞത് ശരിയാണ്. ഏറ്റവും അധികം വരവേൽപ്പ് അനീഷിനാണ്. കാരണം റിയൽ ആയിട്ടുള്ള വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത്. അനുമോളുടെ പോലെ പറ്റിക്കൽസ് വോട്ടല്ല. അപ്പോൾ അനുമോൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫേവറായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനുമോൾക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട്, ഒരു ഫേവറേറ്റ്സുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഈ അനീഷിൻ്റെ അത്ര ക്രൗഡ് ഉണ്ടായിരുന്നില്ല അനുമോൾക്ക്. അനുമോളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നിടത്തൊക്കെ ആകെ 10-15 പേരാണ് നിൽക്കുന്നത്. തീരെ ഒരൊറ്റ ആളുമില്ല. ആ സമയത്ത് അനീഷ് പോകുന്നിടത്ത് തിങ്ങി നിറഞ്ഞിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് കേട്ടോ. അപ്പം
ഈ ഇവർ ചോദിക്കുന്നുണ്ട് അന്ന് കുറേ ഡയലോഗ് പറഞ്ഞല്ലോ, ഇൻ്റർവ്യൂവേഴ്സ് ഇങ്ങനെ നിന്ന് അവിടെ നിന്ന് ചോദിക്കുന്ന കേട്ടോ, കുറേ ഡയലോഗ് പറഞ്ഞല്ലോ, അത് റോബിനെ അനുകരിച്ചിട്ടാണ് പറയുന്നത് എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണോ? സത്യത്തിൽ ഇയാൾ റോബിനെ അനുകരിച്ചിട്ടല്ല. റോബിൻ രാധാകൃഷ്ണൻ നല്ലൊരു മനുഷ്യനാണ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ അനുകരിച്ചിട്ടല്ല അനീഷ് നിൽക്കുന്നത്. കാരണം ഈ അനീഷിൻ്റെ സെൽമി ദ ആൻസർ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സെയിം പാറ്റേണിലാണ് അനീഷ് വർത്താനം പറയുന്നത്. ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് റോബിനായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അന്ന് സെൽമി ദ ആൻസർ നോക്കുമ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ 4th സീസണിലാണ് വന്നത്. പിന്നെ എങ്ങനെയാണ് റോബിൻ രാധാകൃഷ്ണനെ അനുകരിച്ചു എന്ന് പറയാൻ പറ്റുക? അതൊക്കെ വെറുതെ ആൾക്കാർ പറയുന്നതാണ് കേട്ടോ. ശരിക്കും അവിടെ നിൽക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഇനി അതുപോലെ അനുകരിക്കരുത് അവിടുത്തെ, അതായത് നമ്മുടെ ഹൗസിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ടല്ലോ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു കണ്ടു എന്നൊക്കെ പറയുന്ന കുറേ ഡയലോഗുകൾ, ഇനി അനുകരിക്കരുത്. അന്ന് ചെയ്തു, വരവേൽപ്പിൻ്റെ അന്ന് ചെയ്തു, പക്ഷേ ഇനി അനുകരിക്കരുതെന്ന് ആൾക്കാർ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കുന്നുണ്ടോ ചോദിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും അത് ഞാൻ സ്വീകരിക്കും എന്ന് അനീഷ് പറയുന്നത് കേട്ടോ. അപ്പം പിന്നെ പറയും നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ ആൻസർ പറയുന്നത്, നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ അത് നോക്കാറേ ഇല്ല, നമ്മളൊക്കെ അങ്ങനെയല്ലേ. ലക്ഷ്മിയുടെ അടുത്ത് ആര് ചോദിച്ചു? പിന്നെ എന്തിനാണ് ലക്ഷ്മി ഇതിനൊക്കെ ആൻസർ പറയുന്നത്? അവർക്ക് ആൻസർ കിട്ടേണ്ടത് ആരുടെ വായിൽ നിന്നിട്ടാണ്? നമ്മുടെ അനീഷിൻ്റെ വായിൽ നിന്നിട്ടാണ്. ലക്ഷ്മിയാണ് അതിനൊക്കെ ആൻസർ പറയുന്നത് കേട്ടോ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് കേട്ടോ വാടി തളർന്നു പോകുന്ന ആളൊന്നും അല്ല കേട്ടോ, എൻ്റെ എല്ലാ സൗഹൃദങ്ങളൊക്കെ പേഴ്സണലാണ്. അപ്പോൾ പറയുന്നത് നൂറയുടെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. നൂറയുടെ ബർത്ത്ഡേക്ക് എല്ലാവരും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഞാനത് പറയത്തില്ല, പോയിട്ടുണ്ടോ പോയിട്ടില്ലേ എന്ന് എനിക്ക് എൻ്റെ സൗഹൃദമൊക്കെ പേഴ്സണലാണ്, അതൊന്നും എനിക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ആൾ പറയുന്നത് ഇത് തന്നെയാണ്, എത്ര പറഞ്ഞാലും നന്ദിയും കടപ്പാടും എനിക്ക് തീരാത്ത കടപ്പാടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ ചോദിക്കുന്നുണ്ട് പ്രതികരിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട്. എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയ കാര്യങ്ങളിലൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് ഇത്ര ആക്റ്റീവ് അല്ല? ഇത്ര ഇറങ്ങി വന്ന ആളാണ്, ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ സാധാരണക്കാരിൽ നിന്നിട്ട് ഏറ്റവും മുന്തി വന്ന് ഇത്രയും ഫാൻ ബേസ് ഉണ്ടാക്കിയ ആളാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെ ലക്ഷ്മിയുടെ ആൻസർ പറഞ്ഞു, ഞാൻ പറയാം, അതിനുള്ള ആൻസർ ഞാൻ പറയാം. ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് ടൈം വേണ്ടേ, ഒന്ന് സിങ്ക് ആകണ്ടേ, അത് കഴിഞ്ഞിട്ടൊക്കെ ആൾ വരും അല്ലേ എന്ന് പറഞ്ഞ് ലക്ഷ്മി ഇയാൾ നോക്കുന്നുണ്ട്. ഇയാൾ ചിരിക്കുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ ഇയാളെ മനസ്സിലുണ്ടാവും, ഇവളെന്താണ് ഇതിനൊക്കെ ആൻസർ പറയുന്നതെന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ലക്ഷ്മി ശരിക്കും കുമ്പിടി കേട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നൂറയുടെ ബർത്ത്ഡേക്ക് ചെല്ലാൻ പറ്റാത്ത ആൾ അനീഷിൻ്റെയും അനുമോളുടെയും കാര്യത്തിൽ, അനീഷും അനുമോളും അനുമോൾ വിളിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം അനുമോളുടെ ഒരൊറ്റ ഉദ്ഘാടനത്തിനും ആൾ ചെല്ലുന്നില്ല, ഈ നാട മുറിക്കാനൊന്നും വിളിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷേ അനീഷിനെ വേഗം ഓടിക്കുറച്ച് വന്നു. ആ റോയ് സാറൊക്കെ നിന്ന് വർത്തമാനം പറയുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് തിങ്ങിക്കറി ലാസ്റ്റ് അതാ ലക്ഷ്മി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റോയ് സാർ എന്നിട്ട് പറഞ്ഞു, ലക്ഷ്മി എനിക്കറിയാം, നന്നായി കളിച്ചിരുന്നു കേട്ടോ, ഒരു വർഷമായിട്ട് ലക്ഷ്മിയെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞല്ലോ റോയ് സാറ്. ലക്ഷ്മിയെ അങ്ങോട്ട് ആൾക്കാർ പറഞ്ഞു കൊടുക്കുക, ലക്ഷ്മി ഇവിടെ ഉണ്ട് കേട്ടോ, ബിഗ് ബോസിൽ ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോഴാണ് റോയ് സാർ പറഞ്ഞു, ഇവിടെ വന്നു ലക്ഷ്മി ആ ഒരൊറ്റ കാര്യത്തിന്, ആ ഫെയിമിന് വേണ്ടി മാത്രമാണ് അവിടെ ചെന്നിരിക്കുന്നത്. റോയ് സാറൊക്കെ അല്ലേ വരുന്നത്. അപ്പം കുറേ മാധ്യമങ്ങളും ഉണ്ട്, അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാം എന്നുള്ള ലെവലിൽ.